ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജിയോളജി മ്യൂസിയം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇവിടുത്തെ ഡൈനോസറാണ്. ഇത് ശരിക്കും കാണുമ്പോൾ തന്നെ ഒറിജിനൽ പോലെയാണ് ശരിക്കും നമുക്ക് തോന്നിക്കുക എന്നുള്ളത്. ഇത് തൊടാൻ പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ സുവോളജി മ്യൂസിയം ഞാൻ കാണാൻ വന്നത്. മലേഷ്യയിൽ മൈനിങ് നടത്തിയപ്പോൾ കിട്ടിയ ഒട്ടനവധി ജിയോളജി വസ്തുക്കൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. മറ്റൊന്ന്, ഇത്രയ്ക്കും നല്ലൊരു മ്യൂസിയം ഉണ്ടായിട്ട് അത് ഇവർ വെറും ഫ്രീ ആയിട്ടാണ്, ഇവിടെ എൻട്രി ഫീസൊന്നും ഇല്ലാതെയാണ് എല്ലാവരെയും കാഴ്ചക്കാരെ ഇവർ കാണാൻ അനുവദിക്കുന്നത്. മലേഷ്യയിലെ മൈനിങ്ങിനെ പറ്റിയും മിനറൽസിനെ പറ്റിയുമുള്ള ഒരു ഹിസ്റ്ററിയാണ് ഈ മ്യൂസിയം നിങ്ങൾക്കായി തുറന്നു കാട്ടിക്കൊള്ളുന്നത്. മൈനിങ് നടത്തിയപ്പോൾ കിട്ടിയ പലതരത്തിലുള്ള സ്റ്റോണാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം വളരെ വർഷങ്ങളേറെ പഴക്കമുള്ളതാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പ്രഷ്യസായ ജംസ്റ്റോണും റോക്സും ഒക്കെ കാണാൻ കഴിയും. ഇതിൽ ഡയമണ്ട്സും ഗോൾഡ് മെറ്റീരിയൽസും എല്ലാം അടങ്ങിയതാണ് ഇവിടുത്തെ ഈ മ്യൂസിയം. ഈ മ്യൂസിയം 7 സോൺസായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഹിസ്റ്ററി ഓഫ് എർത്ത്, ഡൈനോസർ, മിനറൽസ്, മൈനിങ് ആക്ടിവിറ്റീസ്, മിനറൽ എക്സ്പ്ലോറേഷൻ, പിന്നെ ജിയോളജിക്കൽ ഹാസാർഡ്സ്. ഇവിടെ ഏകദേശം 600 പരം മിനറൽസും പലതരത്തിലുള്ള സ്റ്റോൺസും നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മൈനിങ് ടൈമിന് യൂസ് ചെയ്ത പലതരത്തിലുള്ള ഒരു മൺപാത്രമാണ്. മൺപാത്രങ്ങളും പലതരത്തിലുള്ള മെറ്റൽ ബക്കറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. മൈനിങ് സമയത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള എക്സ്പ്ലോസീവും ഡെറ്റോനേറ്റേഴ്സുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എക്സ്പ്ലോസീവിനായി യൂസ് ചെയ്ത വയറിംഗ് മാതൃകയും കണക്റ്റേഴ്സും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈനിങ് സമയത്ത് തൊഴിലാളികൾ ധരിച്ചിരുന്ന PPE കിറ്റും അവരുടെ യൂണിഫോമൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വെച്ചതായി കാണാം. പലതരത്തിലുള്ള ജിയോ ഫിസിക്കൽ എക്യുപ്മെൻ്റാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. അവർ അന്ന് യൂസ് ചെയ്ത ഏതൊക്കെ ടൈപ്പുള്ള എക്യുപ്മെൻറ്റ്സൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. ആയിരത്തി 1957 മലേഷ്യൻ ഗവൺമെൻറ് ഈ മ്യൂസിയം ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.